തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടും. യൂണിറ്റ് പിരിച്ചുവിടാൻ സിപിഎം നിർദ്ദേശം നൽകി. അടിക്കടി അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് സിപിഎമ്മിന്റെ ഈ നിർദ്ദേശം. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റാണ് നടപടി നിർദ്ദേശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ഒടുവിൽ നടപടിയെടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണല്ലോ സിപിഎം. ഇക്കാര്യം സ്വാഭാവികമായിട്ടും ഇനി എസ്എഫ്ഐയുടെ തീരുമാനമാണ് വരുന്നത്. യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായിട്ടും നിരന്തരം എസ്എഫ്ഐ യൂണിറ്റ് കമ്മിറ്റി, യൂണിവേഴ്സിറ്റികളുടെ യൂണിറ്റ് കമ്മിറ്റി സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നു, പ്രതിസന്ധിയിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ ഭിന്നശേഷിക്കാരനെ വിദ്യാർത്ഥിയെ ഭിന്നശേഷി ദിനത്തിൽ മർദ്ദിച്ചു എന്ന പരാതിയും വന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞു നിഷേധിച്ചുകൊണ്ട് എസ്എഫ്ഐ രംഗത്ത് വന്നുവെങ്കിലും സിപിഎം അങ്ങനെ വിശ്വസിക്കുന്നില്ല. എസ്എഫ്ഐയുടെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല പോകുന്നത്. അത് പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം എസ്എഫ്ഐ യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവരെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ ഭിന്നശേഷിക്കാരനെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിന്റെ പേരിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റി പിരിച്ചുവിടാൻ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. തീരുമാനമെടുക്കേണ്ടത് എസ്എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയാണ്. യൂണിവേഴ്സിറ്റി കോളേജ് എസ്എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന യൂണിറ്റ് കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എസ്എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്നാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഈ രീതിയിൽ കോളേജിലെ യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല എന്ന നിർദ്ദേശമാണ് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എസ്എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടുവാൻ സിപിഎം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.